നമുക്ക് നോമ്പല്ലേ ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉറപ്പായിട്ടും നോമ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ ഒക്കെ വറുത്ത് പൊടിച്ച് കുപ്പിയിലാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിവിടെ ഒരു 4 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ച് പണി ആക്കാൻ കിട്ടും. നമ്മൾ നോമ്പൊക്കെ നോറ്റ് ക്ഷീണിച്ച് ഇരിക്കുന്ന സമയത്ത് തേങ്ങ ചിരകണം, വറക്കണം, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ കണ്ട് ഒഴിവാവാം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെച്ചാൽ. അപ്പോൾ ഇതിൽ ഞാൻ വേപ്പിൻ്റെ ഇല, പെരിഞ്ചീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എല്ലാ സാധനങ്ങളും ഇട്ടിട്ടാണ് വറക്കണത്. ഇനി നല്ലോണം ഒന്നും കണ്ട് മൂത്ത് കിട്ടണം, മൂക്കാതെ ഒരിക്കലും പൊടിക്കരുത്. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ലൊരു ആക്കാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെല്ലി പൊറുക്കാനൊക്കെ ഇരിക്കുക, നല്ലൊരു മാസമല്ലേ. അപ്പോൾ തേങ്ങ പൊളിക്കാനും ചിരകാനും വറക്കാനൊന്നും നിൽക്കണ്ട. ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് ചിക്കൻ കറിക്കും ബീഫ് കറിയൊക്കെ ആണെങ്കിൽ അതിക്കും, മീൻ കറിയൊക്കെ ആണെങ്കിൽ അതിക്കൊക്കെ എടുക്കാം. പത്തിരിക്ക് വറുത്തരച്ചിട്ടുള്ള കറി വേറെ ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിനൊക്കെ പറ്റൂട്ടാ. അപ്പോൾ അതുപോലെ ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് വെച്ചോളിട്ടാ. ഞാനിപ്പോൾ ഇത് വറുത്തെടുക്കുന്നത് ഒരു ഉള്ളിയിലാണ്. ഒരു ഉള്ളിയിലായാൽ അടിയിലൊന്നും പിടിക്കൂല. നല്ല ഉരുളി ചൂടായാൽ ആ ചൂടിൽ ഇങ്ങനെ കിടന്ന് തേങ്ങ നല്ലോണം മൂത്ത് കിട്ടും. അപ്പം ഞങ്ങൾ എല്ലാ കൊല്ലവും ഇതുപോലെ തന്നെയാണ് ചെയ്യാറ്. ഇതുപോലെ ചെയ്ത് വെച്ചാൽ നോമ്പ് കഴിഞ്ഞാലും നമുക്ക് തേങ്ങ വറുത്തത് കുറച്ചൊക്കെ ബാക്കിയുണ്ടാവും. പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ അരക്കൽ. നമ്മളിത് പാകത്തിനെടുത്തിട്ട് ഇതിലേക്ക് പിന്നെ പച്ചത്തേങ്ങ കൂട്ടിയിട്ടാണ് അരക്കൽ, അല്ലാതെ ഇത് മാത്രം അരക്കരുത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് പൊടിക്കുക, ഒരു കുപ്പി എടുക്കുക, അതിലേക്ക് ഇടുക, എടുത്ത് വെക്കുക. ഇത്രേ ഉള്ളൂ പണി മക്കളെ.